ഏതോ ഒരാൾ ഒരുക്കിയ ചതിയില് ഞങ്ങൾ രണ്ടുപേരും പെട്ടുപോയതാ. രജിസ്റ്റർ ഓഫീസ് വെച്ച് നടന്നത് എന്റെ പെങ്ങളുടെ കല്യാണമാ. വരൻ ശാലിനി പഠിപ്പിക്കുന്ന ഡോക്ടർ പ്രകാശും. അവരുടെ മാലകൾ അവര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോ ഞങ്ങൾ മേടിച്ച് പിടിച്ചു എന്നുള്ളത് നേരാ. ആടിനെ പട്ടിയാക്കുന്ന വ്ളോഗർമാരുള്ള നമ്മുടെ ഈ നാട്ടില് ഇതും ഇതിലപ്പുറം സംഭവിക്കും. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. മനുഷ്യരുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള ഈ കള്ളക്കളിക്ക് അവരെ കൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കണം. എങ്കിലും അവന്മാര് പഠിക്കൂ. എന്ത് പഠിക്കാൻ? ഒരു പഠിത്തവുമില്ല. അവന്മാർക്കെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാലും അതെല്ലാം റീച്ച് കൂട്ടുന്ന കണ്ടന്റുകളാക്കി മാറ്റാൻ അവർക്കറിയാം. ആര് ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരക്കാർക്കെതിരെ ജനം തിരിയണം. നടു റോഡിൽ നിർത്തി കല്ലെറിയണം. ഇനി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും ഇവരുടെ ക്യാമറ കണ്ണുകൾ പതിയരുത്. പതിഞ്ഞാൽ ആ കണ്ണ് ചൂഴ്ന്നെടുക്കാനുള്ള തന്റെ ഇടം നമ്മൾ കാണിച്ചാലേ ഇവർക്കെതിരെ പടപൊരുതി നമുക്കിവിടെ ജീവിക്കാനാവൂ. ഇപ്പൊ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നാ ഇതിൽ വല്ല സത്യമുണ്ടോ? നമുക്ക് ചുറ്റും ഇതുപോലെ നിരവധി ഇല്ലാ കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിലെ പകുതിയിലധികവും ഫേക്ക് ന്യൂസുകളാ. അത്തരം ഫേക്ക് ന്യൂസുകൾക്ക് ഇന്നത്തെ കാലത്ത് മാർക്കറ്റ്. വിഷ്ണു ഓടി വാടാ. ആജപം വീണ് അയ്യോ സാറേ, വിഷ്ണു ഓടി വാടാ. അയ്യോ അച്ഛാ, അച്ഛാ എന്താ പറ്റിയേ? അല്ലൊന്ന് പിടിച്ചേ. എന്താ ഇത്? അച്ഛാ, അയ്യോ രാഘവേട്ട, അച്ഛാ എന്താ രാഘവേട്ട, എന്തു പറ്റി? അല്ല, എന്തൊരു നാറ്റം. എനിക്ക് നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രാഘവേട്ട എന്ത് പണിയായി കാണിക്കുന്നത്? അച്ഛാ എഴുന്നേക്ക്. അച്ഛാ, നമുക്ക് അച്ഛനെ അകത്തേക്ക് കിടന്ന സത്യമേ. അച്ഛാ എണീക്ക്, പതുക്കെ എഴുന്നേക്ക് സാറേ. അച്ഛാ. രാഘവേട്ട എന്ത് പണിയായി കാണിക്കുന്നത്? ഉപേന്ദ്രന് നല്ലവനാ. അവൻ സ്നേഹമുള്ളവനാ. അച്ഛൻ വന്നേ. എന്നെ അവനെ ചികിത്സക്കായിട്ട് മലേഷ്യക്ക് കൊണ്ടുപോകാം. അച്ഛൻ വാ. അച്ഛൻ നേരെ കാണിക്കുന്നു. നല്ലവനാ ഉപേന്ദ്രൻ. എന്താ അച്ഛൻ കാണിക്കുന്നേ? നടന്നു വന്നേ അച്ഛൻ. എന്റെ നീ ശുദ്ധനാ. അച്ഛാ പതുക്കെ വീഴും. ആ പാവ നോക്കി അവനെ മലേഷ്യക്ക് കൊണ്ടുപോകാം.